നരാധമന് തൂക്കുകയർ തന്നെ. പ്രധാന വാർത്തകളിലേക്ക്. നിയമവിദ്യാർത്ഥിനി കൊലപാതകത്തിൽ പ്രതി അമീറുൽ ഇസ്ലാമിന്റെ വധശിക്ഷ ശരിവെച്ച് ഹൈക്കോടതി. കുറ്റവിമുക്തനാക്കണമെന്ന പ്രതിയുടെ ഹർജി തള്ളി. പ്രതി ദയ അർഹിക്കുന്നില്ലെന്ന് കോടതി. നീതി ലഭിച്ചെന്ന് വിദ്യാർത്ഥിനിയുടെ അമ്മ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വാർഡ് വിഭജനത്തിന് സർക്കാർ ഓർഡിനൻസ് പുറത്തിറക്കാൻ മന്ത്രിസഭായോഗം. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഒരു വാർഡ് കൂടും. കൃത്യമായ മാനദണ്ഡങ്ങളില്ലെങ്കിൽ നിയമപരമായി നേരിടുമെന്ന് പ്രതിപക്ഷം. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരും. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ റെഡ് അലേർട്ട്. തിരുവനന്തപുരത്തും കൊച്ചിയിലും വെള്ളക്കെട്ടുകൾ. കോഴിക്കോട് മഴയ്ക്കിടെ ഷോക്കേറ്റ് 18-കാരന്റെ ദാരുണാന്ത്യം. തൃശൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിൽ മരം കടപുഴകി വീണു. രാജ്യാന്തര അവയവക്കടത്തിൽ കൂടുതൽ പേർ ഇരകളെന്ന് സൂചന. പാലക്കാട് സ്വദേശിയുടെയും 19 ഉത്തരേന്ത്യക്കാരുടെയും വിവരങ്ങൾ അന്വേഷണ സംഘത്തിന്. പ്രതി 20-ലധികം പേരെ ഇറാനിലെത്തിച്ചു. ഇരയാക്കപ്പെടുന്നവർക്ക് നൽകിയിരുന്നത് 10 ലക്ഷം രൂപ മാത്രം. അന്വേഷണം കൂടുതൽ പേരിലേക്ക്. ലോക്സഭയിലേക്കുള്ള 5ാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. ഉച്ചവരെ രേഖപ്പെടുത്തിയത് ഭേദപ്പെട്ട പോളിംഗ്. വിധി എഴുതുന്നത് റായ്ബറേലിയിലും അമേഠിയിലും ഉൾപ്പെടെ 49 മണ്ഡലങ്ങൾ. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടു. പ്രസിഡന്റും വിദേശകാര്യമന്ത്രിയും മരിച്ചെന്ന് ഇറാന്റെ സ്ഥിരീകരണം. അപകടത്തിൽ ഹെലികോപ്റ്റർ പൂർണ്ണമായും കത്തി. മുഹമ്മദ് മുഖ്ബർ ഇറാന്റെ താൽക്കാലിക പ്രസിഡന്റ്.